ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പൈയുടെ വാല്യൂ 3.14 എന്ന് വന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ, എല്ലാ സ്ഥലത്തും പൈയുടെ വാല്യൂ എത്രയായിരിക്കും? 3.14 ആയിരിക്കും. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അത് എങ്ങനെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയസ് 7 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഡയമീറ്റർ വരിക, അതിന്റെ ഇരട്ടിയായിരിക്കും, 14 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സർക്കിളിന്റെ ചുറ്റളവ് നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ ആ ചുറ്റളവ് വരിക സി എന്ന് വിളിക്കാം. അത് 43.98 സെന്റിമീറ്റർ നിന്ന് കിട്ടുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ചുറ്റളവ് സി എന്ന് വിളിക്കുകയാണ്. അതിനെ ഞാൻ എന്തുകൊണ്ട് ഹരിക്കുകയാണ്? ഡയമീറ്റർ കൊണ്ട് ഹരിക്കുകയാണ്. ഡി കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, 43.98 ഹരിക്കണം 14 എന്ന് കിട്ടും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 3.14 എന്നായിരിക്കും. അപ്പോൾ ഒരു സർക്കിളിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അതുപോലെ മറ്റൊരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുകയാണ് മറ്റൊരു സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് ഞാൻ 6 എന്നുള്ളത് 9 സെന്റിമീറ്റർ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ വരിക 18 ആയിരിക്കും. ഇതിന്റെ ചുറ്റളവ് സർക്കംഫറൻസ് വരിക 56.55 സെന്റിമീറ്റർ എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ സർക്കംഫറൻസ് 56.55 ഞാൻ എന്തുകൊണ്ട് ഹരിക്കുകയാണ്? ഡയമീറ്റർ കൊണ്ട് ഹരിക്കാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പോഴും എനിക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 3.14 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന്റെ സർക്കംഫറൻസിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ത്? പൈ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? സി ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു പൈ എന്ന് എഴുതാം. അപ്പോൾ ഏതൊരു സർക്കിളിന്റെ സർക്കംഫറൻസും ഡയമീറ്ററും ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ പൈ ആയിരിക്കും. ഇത് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2r ആണ്. റേഡിയസിന്റെ 2 ഇരട്ടിയാണെന്ത്? ഡയമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ ഇക്വേഷനെ പൈ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 2r എന്ന് എഴുതാം. ഈ 2r ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 2πr. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത്? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ വന്നത്.